ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഒരു ഈവനിങ് ടൈമിൽ പെട്ടെന്നുണ്ടായ ഒരു ബോധോദയത്തിൻ്റെ പേരിൽ ചെയ്തിട്ടുള്ള ഒരു ക്രാഫ്റ്റാണ് കേട്ടോ ഇത്. വൈകുന്നേരം ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് ഇങ്ങനെ ബോറടിച്ചിരുന്നപ്പോൾ പെട്ടെന്നൊരു ക്രാഫ്റ്റ് ചെയ്യാമെന്ന് തോന്നി. അങ്ങനെ ഞാനിതേ അലമാര തുറന്നപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു ഒന്നൊന്നര വർഷമായിട്ട് എന്നെയും കാത്ത് കിടക്കുന്ന ഒരു സംഭവം മറ്റൊന്നല്ല, എയർ ഡ്രൈ ക്ലേ ആണ്. ഇത് മേടിച്ചിട്ട് ഒരു ഒന്നൊന്നര വർഷമായിട്ടുണ്ട്. അതിൽ നിന്ന് ആകെ ചെറിയൊരു പോർഷൻ മാത്രമേ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ. ബാക്കി ഈ ഒരു ഒന്നൊന്നര വർഷമായിട്ട് എന്നെയും കാത്ത് അങ്ങനെ അലമാരയിൽ കിടക്കുകയാണ്. അപ്പോൾ പിന്നെ വേറെ ഒന്നും നോക്കിയില്ല. അത് തന്നെ തുറന്നിട്ട് കുറച്ച് ഒരു ഹാഫ് പോർഷനോളം എടുത്തിട്ട് കുറച്ച് വെള്ളമൊക്കെ കൂട്ടി ഒന്ന് സോഫ്റ്റ് ആക്കി എടുത്ത് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു. ഡ്രൈ ആവുമല്ല, നന്നായിട്ട് ഹാർഡായിട്ടുണ്ടായിരുന്നു. അതിനെ ഞാൻ കുറച്ച് വെള്ളമൊക്കെ കൂട്ടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് സോഫ്റ്റ് ആക്കി എടുക്കുകയാണ്. കുറച്ചധികം മെനക്കെട്ടു കേട്ടോ, കാരണം അത്രയും ഹാർഡായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം ചെറിയ പീസാക്കിയിട്ട് ഇതേതുപോലെ മുറിച്ചിട്ടിട്ട് പിന്നെ അതിലേക്ക് വാട്ടർ കുറച്ചിങ്ങനെ സ്പ്രിങ്കിൾ ചെയ്തിട്ട് കൊടുത്തു. എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്തു. അങ്ങനെ ഇതേ കുറച്ച് അധികം കഷ്ടപ്പെട്ടിട്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ക്ലേ ആക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൽ നിന്ന് ഞാൻ ആദ്യം തന്നെ ടേബിളിൽ ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് വിരിച്ചിട്ടുണ്ട് കേട്ടോ. കാരണം ടേബിളിൽ ഈ എയർ ഡ്രൈ ക്ലേ ഒക്കെ ഒട്ടി കഴിഞ്ഞാൽ പിന്നെ അത് റിമൂവ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാവും എനിക്ക് തോന്നി. അങ്ങനെ ആ ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റിൽ തന്നെ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ ക്ലേ വെച്ചിട്ടുള്ള ബാക്കി പരിപാടികളൊക്കെ ചെയ്തിട്ടുള്ളത്. നന്നായിട്ട് ആദ്യം വാട്ടർ യൂസ് ചെയ്ത് സോഫ്റ്റ് ആക്കിയതിൻ്റെ ശേഷമാണ് ഞാൻ ഓയിൽ സ്പ്രെഡ് ചെയ്തതും പിന്നെ ഇതുപോലെ കയ്യിലൊക്കെ ഒന്ന് നന്നായിട്ട് ഓയിൽ ആക്കി കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതേതുപോലെ ഒരു പൈപ്പ് വെച്ചിട്ട് നന്നായിട്ട് നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തുന്ന പോലെ പരത്തി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനൊരു ഹൂപ്പിൻ്റെ ഒരു റിങ്ങാണ് ഏകദേശം സൈസിന് വേണ്ടി എടുത്തിട്ടുള്ളത്. അങ്ങനെ ആ ഒരു റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു സംഭവം ഞാൻ ഒരുപാട് ചാനലിലായിട്ടും ഇങ്ങനെ കാണുന്ന തംബ്നെയിലിലൊക്കെ ഒരുപാട് കണ്ട് ഞാൻ വീഡിയോസ് അങ്ങനെ കൂടുതലൊന്നും കണ്ടു നോക്കിയിട്ടില്ല. ഞാൻ വീഡിയോസ് കണ്ട് നോക്കിയിട്ട് വേണം ചെയ്യാനെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അതിനുള്ള ടൈം കിട്ടിയില്ല. പിന്നെ ഞാൻ വിചാരിച്ച് വീഡിയോ ഒക്കെ കണ്ട് ഞാൻ അതിനെക്കുറിച്ച് റിസർച്ചൊക്കെ നടത്തി ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോഴത്തേനും എന്താ പറയുക, ഒരുപാട് കാലം എടുക്കും. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെതായ ഐഡിയ വെച്ചിട്ട് അങ്ങോട്ട് ചെയ്യാം. അത്ര വലിയ റിസ്ക് ഉള്ള പരിപാടിയൊന്നുമല്ലല്ലോ. അങ്ങനെ അത് ഞാൻ എൻ്റെ ഒരു ഐഡിയ വെച്ചിട്ടാണ് ഞാനിത് ചെയ്തിട്ടുള്ളത്. പിൻട്രസ്റ്റിൽ കുറച്ച് കാലമായിട്ട് ഞാൻ ഈ സംഭവം കാണുന്നുണ്ട് കേട്ടോ. അപ്പം അന്നേ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ചെയ്ത് നോക്കണമെന്ന്. പക്ഷേ ഇങ്ങനെ എന്തൊക്കെയോ കാരണം കൊണ്ട് അങ്ങനെ നീണ്ടുപോയി. അങ്ങനെ ഏതായാലും അവസാനം എപ്പോഴാണ് അതിനുള്ള ടൈം ആയിട്ടുള്ളത്. അങ്ങനെ ആ ഒരു സർക്കിൾ കട്ട് ചെയ്തെടുത്തതിൻ്റെ ശേഷം ഞാൻ ഇതുപോലെ ഇങ്ങനെ ചെറിയ പീസായിട്ട് ഇങ്ങനെ സ്ട്രിപ്സ് പോലെ കട്ട് ചെയ്തെടുത്തിട്ട് ഇങ്ങനെ വക്കിൽ നമ്മളൊരു പ്ലേറ്റിനൊക്കെ വക്ക് വെച്ച് കൊടുക്കൂലേ, അതുപോലത്തെ ഒരു രീതിയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു എക്സ്ട്രാ വെച്ച് കൊടുത്തിട്ടുള്ള എഡ്ജും അതുപോലെ നമ്മുടെ ആ ഒരു സർക്കിളും തമ്മിൽ വേറെ വേറെ ആയിട്ട് നിൽക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ത്രെഡ് പോലെ ക്ലേ ഇങ്ങനെ ഉരുട്ടിയെടുത്തിട്ട് ത്രെഡ് പോലെ ആക്കിയിട്ട് അതിൻ്റെ രണ്ടിൻ്റെ ആ ഒരു ജോയിൻ്റ് ചെയ്യുന്ന ഭാഗത്ത് വെച്ച് ഫിംഗർ ടിപ്പ് ജസ്റ്റ് ഒന്ന് നനച്ചതിന് ശേഷം ഇങ്ങനെ തടവി കൊടുത്താൽ അത് ഇങ്ങനെ ഒരു ഈവൻ ആയിട്ട് കിട്ടും. നമുക്ക് ആ ഒരു അവിടെ ഒരു ജോയിൻ്റ് വന്ന ഒരു ഫീൽ ഉണ്ടാവില്ല, ഒരു ഈവൻ ഫിനിഷ് കിട്ടും. അങ്ങനെ ഞാൻ ആ ഒരു സർക്കിളും കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. എനിക്കെന്തോ ഭയങ്കര പെർഫെക്ഷനിൽ ചെയ്യുന്നതിനേക്കാളും ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കുറച്ചൊരു ഇംപെർഫെക്ഷനിൽ ചെയ്യുന്നതാണ് ഇഷ്ടം. അതാണ് ഒരു എസ്തെറ്റിക് ലുക്ക് അല്ലെങ്കിൽ ഒരു വെറൈറ്റി ലുക്കൊക്കെ എനിക്ക് തോന്നൽ. പിന്നെയെന്ന് പറഞ്ഞാൽ ഭയങ്കര 100% പെർഫെക്ഷനിലൊക്കെ ചെയ്താൽ നമ്മളത് ഹാൻഡ് മെയ്ഡ് പ്രൊഡക്റ്റ് എന്ന് പറയില്ലല്ലോ. ഹാൻഡ് മെയ്ഡ് പ്രൊഡക്റ്റിന് അതിൻ്റെതായ ഒരു ഭംഗിയുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ എക്സാക്റ്റ് ഫിനിഷ് ഒന്നും ആക്കിയിട്ടില്ല. ആ ഒരു എഡ്ജിൽ ചെറിയൊരു ഏറ്റക്കുറച്ചിലുകളും ചെറിയൊരു വളവും അങ്ങനെയൊക്കെ അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ ഞാനൊരു ഫിനിഷിങ് കൊടുത്തിക്കാണ്. അവസാനം ഇതേ ഒരു ബ്രഷിൻ്റെ പെയിൻറ്റിങ് ബ്രഷിൽ വെള്ളം ആക്കിയിട്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഈ ജോയിൻ്റ് ചെയ്തിട്ടുള്ള വരകളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതങ്ങനെ ഒരു ഈവനായിട്ട് പോയിക്കോളും, അങ്ങനെ മിക്സായിട്ട് പോയിക്കോളും. അങ്ങനെ അത് ചെയ്തതിന് ശേഷം 1 ഡേ മൊത്തം ഇത് ഡ്രൈ ആവാൻ വെക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു ഈവനിങ്ങിൽ എനിക്ക് തോന്നിയിട്ട് ചെയ്തതായതുകൊണ്ട് തന്നെ പിറ്റേന്ന് ഞാൻ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുന്ന സമയമായപ്പോൾ, അതായത് രാവിലെ ഒരു 11 മണിയൊക്കെ ആയപ്പോൾ ഇത് ഡ്രൈ ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, നെക്സ്റ്റ് ഡേ അതായത് 1.5 ദിവസം കഴിഞ്ഞ ശേഷമാണ് ഞാൻ ഇതിൻ്റെ ബാക്കി പരിപാടികൾ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞാൻ ബാക്കി വന്നിട്ടുള്ള എയർ ഡ്രൈ ക്ലേ ഡ്രൈ ആയി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ക്ലിൻ റാപ്പ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പേപ്പറിൽ കവർ ചെയ്തിട്ട് ഇൻസുലേഷൻ വെച്ച് സെക്യൂർ ചെയ്തതാണ് കേട്ടോ. എന്നിട്ട് മറ്റ് ക്ലൈൻ്റെ കൂടെ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ടേബിളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് പിന്നെ ഞാൻ വരുന്നത് 1.5 ദിവസത്തിൻ്റെ ശേഷമാണ്. അതായത് ഇത് ചെയ്തു വെച്ചതിൻ്റെ നെക്സ്റ്റ് ഡേ അല്ല, അതിൻ്റെയും അടുത്ത ദിവസമാണ് കേട്ടോ. ചുരുക്കി പറഞ്ഞാൽ ഇതൊരു 4 ദിവസം എടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഫൈനൽ പ്രൊഡക്റ്റ് എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇപ്പോൾ ഞാനൊരു സാൻഡ് പേപ്പർ എടുത്തിട്ട് അതിൻ്റെ ഒരു ഷാർപ്പ് എഡ്ജൊക്കെ ഒന്ന് സ്മൂത്തൻ ചെയ്ത് കൊടുക്കണം. ഭയങ്കരമായിട്ട് സ്മൂത്തൻ ചെയ്യുന്നില്ല, പക്ഷെ എന്നാലും ഭയങ്കരമായിട്ടുള്ള ആ ഒരു ഷാർപ്പ് എഡ്ജൊക്കെ ഒന്ന് ഈവൻ ആക്കിയിട്ട് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്കിതിൻ്റെ ബേസ് കോട്ട് അടിക്കാം. അപ്പോൾ ഞാൻ ബേസ് കോട്ടായിട്ട് വൈറ്റ് കളറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്.
വൈറ്റ് കളറ് അക്രിലിക് പെയിൻ്റാണ്. അപ്പോൾ ഞാൻ ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല. കാരണം സെക്കൻഡ് കോട്ട് അടിക്കാനൊന്നുള്ള ക്ഷമ എനിക്കിപ്പോൾ തൽക്കാലം ഇല്ല. അതുകൊണ്ട് തന്നെ ഞാൻ നല്ല തിക്കായിട്ട് ഒറ്റ ലെയർ ബേസ് കോട്ടേ കൊടുത്തിട്ടുള്ളൂ. അപ്പം ഇങ്ങനത്തെ സംഭവങ്ങൾക്കൊക്കെ നമ്മൾ എത്രത്തോളം ലെയർ കൊടുക്കുന്നു അത് അവ ഫിനിഷിങ് കൂടുള്ളൂ. പക്ഷേ എന്തോ എൻ്റെ മടിയോ എന്തൊക്കെയോ കാരണം ഞാൻ ഒറ്റ ലെയറാണ് ബേസ് കോട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പം ആദ്യം ഉൾവശം കൊടുത്ത് പിന്നെ അത് കമഴ്ത്തി വെച്ചിട്ട് അതിൻ്റെ ബാക്ക് സൈഡ് വൈറ്റ് കളർ വെച്ചിട്ട് ബേസ് കോട്ട് അടിച്ചു കൊടുക്കുകയാണ്. സംസാരിക്കാൻ കഴിയുന്നില്ല, കിതച്ചു പോകുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കട്ട് ചെയ്തിട്ട് വോയിസ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതേ മൊത്തമായിട്ട് ഞാൻ വൈറ്റ് കളർ ബേസ് കൊടുത്തിട്ടുണ്ട്. ആ ബാക്ക് സൈഡ് ഇങ്ങനെ കൊടുക്കണമെന്നൊന്നുമില്ല, കാരണം ബാക്ക് സൈഡ് നമ്മളത് മലർത്തി വെക്കുമ്പോൾ കാണുന്നില്ല. എങ്കിലും ഞാൻ നന്നായിട്ടൊരു ലെയർ കൊടുത്തിട്ടുണ്ട്. നമ്മളൊന്ന് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഫുൾഫിൽ ചെയ്ത് ചെയ്യണമല്ലോ എല്ലാ കാര്യങ്ങളും. എന്തായാലും ആ ഒരു കംപ്ലീറ്റ് ചെയ്തിട്ട് ചെയ്യണമല്ലോ ഒരു കാര്യം ചെയ്യുമ്പോൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ബാക്ക് സൈഡും അങ്ങോട്ട് കൊടുത്തുന്നുള്ളൂ. പിന്നെ ഞാൻ ചെയ്തിട്ടുള്ളത് ബാക്കി വൈറ്റ് കളറിലേക്ക് കുറച്ച് പിങ്ക് കളർ ആഡ് ചെയ്തു. ഏകദേശം ഒരു കളർ എൻ്റെ മൈൻഡിലുണ്ടായിരുന്നു. ഒരു പിങ്കും ബ്രൗണിഷ് ആയിട്ടുള്ളൊരു പിങ്ക് ഒരു തീമായിരുന്നു. അപ്പോൾ ഞാനത് പിങ്ക് മാത്രം ആഡ് ചെയ്താൽ ഒരു കളർ കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് പിങ്ക് ആഡ് ചെയ്തത്. പക്ഷേ കിട്ടിയില്ല, ഒരു ബേബി പിങ്കാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അത് ശരിക്കും വൈറ്റും പിങ്കും ആഡ് ചെയ്താൽ ബേബി പിങ്ക് ആണെന്ന് എനിക്കറിയാം. പക്ഷേ എന്നാലും എന്തോ ഞാൻ അത് പിങ്ക് ആഡ് ചെയ്യുമ്പോൾ ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത കളറല്ല വന്നത്. അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് ബ്രൗണും കൂടി ആഡ് ചെയ്തെടുത്തു. അപ്പോൾ മൊത്തത്തിലൊരു ബ്രൗണിഷ് ടച്ചായി. അപ്പം പിന്നെ ഞാൻ കുറച്ചുകൂടി പിങ്ക് ആഡ് ചെയ്ത് കൊടുത്തു. അങ്ങനെ ഒരുവിധം പിങ്കും ബ്രൗണും വൈറ്റും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ വിചാരിച്ച ആ ഒരു ഷെയ്ഡിലേക്ക് എത്തിച്ചിട്ടുള്ളത്. അപ്പോൾ ഏകദേശം ആ ഒരു ഷെയ്ഡ് ആയിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഈ ബേസ് കോട്ട് കൊടുത്തതിൻ്റെ മേലെ കവർ ചെയ്യാണ്. പിന്നെ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ബെല്ലൈക്കൺ അമർത്താനും ഒന്നും മറക്കരുത് കേട്ടോ. എനിക്ക് സബ്സ്ക്രൈബേഴ്സ് 600 എബോവ് ഒക്കെ ആയിട്ടുണ്ടെങ്കിലും വ്യൂസ് വളരെ കുറവാണ്. ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്ന അത്ര വ്യൂസ് എനിക്ക് കിട്ടുന്നില്ല. ഞാൻ കുറച്ച് അത്യാവശ്യം എഫേർട്ട് ഇട്ടിട്ട് തന്നെയാണ് ഞാൻ 2 മക്കളെയും വെച്ചിട്ടൊക്കെ ഈ വീഡിയോ ചെയ്യുന്നത്. എന്നിട്ടും ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു വ്യൂസിലേക്ക് എനിക്ക് എത്തിപ്പെടാൻ പറ്റുന്നില്ല. അതിനി നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണോ ലൈക്ക് ചെയ്യാത്തതും ഷെയർ ചെയ്യാത്തതും ഒക്കെ എന്താണെന്ന് എനിക്ക് മനസ്സിലാവണില്ല. അപ്പോൾ എന്തായാലും എന്തുണ്ടെങ്കിലും നെഗറ്റീവ്സ് ആണെങ്കിലും പോസിറ്റീവ്സ് ആണെങ്കിലും ഒക്കെ കമൻറ്റ് ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ നമുക്ക് കൂടുതൽ ഒന്നുകൂടി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ വീഡിയോസൊക്കെ ചെയ്യാം ഇൻഷാ അല്ലാഹ്. അങ്ങനെ ഞാൻ ആ ഒരു ഷെയ്ഡ് വെച്ചിട്ട് മൊത്തത്തിലൊന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ ആ ഒരു ഷെയ്ഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കി വരുന്ന പെയിൻറ്റ് അതിൻ്റെ ഉൾവശത്ത് തന്നെ ഒന്നുകൂടി സ്പ്രെഡ് ചെയ്ത് ഒന്ന് ഫിനിഷ് ആക്കിയിട്ടുണ്ട്. കാരണം വെറുതെ ആ ഒരു പെയിൻറ്റ് കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്, അല്ലാണ്ട് ഫിനിഷിങ് കൂട്ടാൻ വേണ്ടിയിട്ടല്ല. അങ്ങനെ അത് ചെയ്ത് കഴിഞ്ഞിട്ട് ഓരോ പെയിൻറ്റും ചെയ്യുമ്പോൾ ഞാൻ ഡ്രൈ ആവാൻ ഒരു 5 to 10 മിനിറ്റ്സ് വെക്കുന്നുണ്ട് കേട്ടോ. ആദ്യം ഉൾവശത്ത് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ്സ് കഴിഞ്ഞിട്ടാണ് അതിൻ്റെ ബാക്ക് സൈഡിൽ ചെയ്യുന്നത്. അല്ലാണ്ട് അത് ചെയ്ത ഉടനെ തന്നെ എടുത്തിട്ട് കമഴ്ത്തി വെക്കുമ്പം അതിൻ്റെ സൈഡിൽ ചെയ്തൊക്കെ പെയിൻറ്റ് പോവും. അപ്പം അത് ഡ്രൈ ആക്കാൻ മറക്കരുതേ. അങ്ങനെ ഞാനത് ഡ്രൈ ആക്കിയതിൻ്റെ ശേഷം ഒരു ടൂത്ത് പിക്കും പിന്നെ നമ്മൾ ആ ഒരു വൈറ്റിലേക്ക് മിക്സ് ചെയ്തതിന് സെയിം പിങ്ക് ഷെയ്ഡും എടുത്ത് വന്നിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു ബോട്ടിലിൻ്റെ ലിഡിൽ തന്നെ കുറച്ച് പെയിൻറ്റ് ഉണ്ടായിരുന്നു. അതിൽ നിന്നാണ് ഞാൻ ടൂത്ത് പിക്ക് വെച്ചിട്ട് പെയിൻറ്റ് എടുക്കുന്നത്. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കുഞ്ഞു കുഞ്ഞു ഹേർട്സ് വരച്ച് കൊടുക്കണം. ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഹേർട്ട്. ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുമ്പോൾ നല്ല ക്യൂട്ടാണ്, നല്ല സിമ്പിളാണ്. പക്ഷേ അത് ഭയങ്കര ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു ഇത്. അത്രയും എന്താ പറയുക, ശ്രദ്ധിച്ച് വേണം ഇത് ചെയ്യാൻ. കാരണം ഒന്ന് കൈ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാൽ ഷേപ്പ് മാറും. അതുപോലെ നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ഫിനിഷിങ് പോവും, അതിൻ്റെ ഒരു ക്യൂട്ട്നെസ് പോവും, ഒക്കെ മൊത്തം കൊളായി കിട്ടും. അതുകൊണ്ട് അത്രയും സൂക്ഷിച്ച് ശ്രദ്ധിച്ചിട്ട് വേണം ഇത് ചെയ്യാൻ. ഇപ്പം ഇങ്ങനെ വീഡിയോയിൽ കാണുമ്പോൾ വോയിസ് ഓവർ കൊടുക്കുമ്പോഴൊക്കെ നല്ല രസമുണ്ട് കാണാൻ. എന്തായാലും ഞാനിങ്ങനെ കുറച്ച് ഹേർട്ടൊക്കെ അതിൽ വരച്ച് ഏകദേശം ഫില്ല് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഒരു എഡ്ജിലും ഒരു പിങ്ക് ഷെയ്ഡ് തന്നെ വെച്ചിട്ട് ഇങ്ങനെ ഒരു ബോർഡർ പോലെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്നുകൂടി അതിൻ്റെ ഒരു ക്യൂട്ട്നെസ് കൂടിയ പോലെ എനിക്ക് തോന്നി. ചിലവർക്കത് ഓവറായിട്ടും തോന്നാം. അങ്ങനെ എന്തെങ്കിലും ഒരു അഭിപ്രായം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ക്യൂട്ട്നെസ് കൂടിയോ അതോ ഓവറായോ എന്ന് നിങ്ങൾ പറയണം കേട്ടോ. അങ്ങനെ ഇത് ഏകദേശം ഒരു ഫൈനൽ ലുക്കിലേക്ക് എത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് വാർണിഷ് അടിക്കാനുണ്ട്. അതിൻ്റെ മുന്നേ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഡ്രൈ ആക്കി എടുക്കണം. അങ്ങനെ ഞാൻ ഒരു 10 മിനിറ്റ്സ് വെച്ചിട്ട് നന്നായിട്ട് ആ ഒരു ഹേർട്ടും ബോർഡർ ചെയ്തതും ഒക്കെ ഡ്രൈ ആക്കാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഒരു വാർണിഷ് അതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് എടുത്തതിൻ്റെ ശേഷം ഒരു വാർണിഷ് ഞാൻ സാധാരണ അടിക്കുന്ന ഒരു ബ്രഷ് ഉണ്ടായിരുന്നു. ആ ഒരു ബ്രഷ് വെച്ചിട്ടാണ് സ്പ്രെഡ് ചെയ്യാൻ നോക്കിയത്. പക്ഷേ അതിലെന്തോ സക്സസ് ആയില്ല. അതിൻ്റെ ഉള്ളിലേക്കൊന്നും ചെയ്യാൻ പറ്റണില്ല. നല്ല അലർജീൻ്റെ പ്രോബ്ലം ഉണ്ട് അതിൻ്റെ ഇടയ്ക്ക്. അതുകൊണ്ട് തന്നെ വോയിസ് കൊടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇച്ചിങ് വരുന്നുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്ത് കൊടുത്തത്. പിന്നെ ഞാനൊരു ഗ്ലൗസൊക്കെ ഇട്ട് സ്പോഞ്ച് പോലത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു. എന്തോ സാധനം മേടിച്ചപ്പോഴായിട്ട് അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നെന്ന് തോന്നുന്നുണ്ട്.
ഞാനിങ്ങനെ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കാണുമ്പോൾ വെറുതെ എടുത്ത് വെക്കും. അപ്പോൾ അത് ഇങ്ങനെയൊക്കെ യൂസ് ചെയ്യും. അങ്ങനെ അത് വെച്ചിട്ട് നന്നായിട്ട് വാർണിഷ് അത്യാവശ്യം നല്ല തിക്കായിട്ട് തന്നെ ഒരു ലെയർ കൊടുക്കുന്നുണ്ട്. കാരണം ആ ഒരു ഗ്ലേസിങ് വാർണിഷിൻ്റെ ആ ഒരു ഗ്ലേസിങ് വരും ഇതിനൊന്നും കൂടി ഭംഗിയുണ്ടാവും. ഇതൊക്കെ ഞാൻ ചെയ്യുന്നത് ഇതിൻ്റെ 3rd ഡേ ആണ് കേട്ടോ, ഈ വർക്ക് തുടങ്ങിയിട്ട് 3ാമത്തെ ദിവസം. അങ്ങനെ ഇത് നന്നായിട്ട് വാർണിഷൊക്കെ കവർ ചെയ്തിട്ട് ഇങ്ങനെ കൈകൊണ്ട് തൊടാതെ എടുത്ത് വെച്ചിട്ടുണ്ട്. വെയിൽ കൊള്ളുന്ന ഭാഗത്തേക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇതേ 4th ഡേ ഫൈനൽ പ്രൊഡക്റ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.